Hello, welcome to iPlus. ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് സെറ്റ് ഇംഗ്ലീഷിന് നമുക്ക് ഏറ്റവും പ്രാധാന്യമായിട്ട് വരുന്ന ഒരു ടീച്ചിങ് മെത്തേഡാണ്. ഓക്കെ, അതായത് ഡിഫറെന്റ് ടീച്ചിങ് മെത്തേഡ്സിനെ കുറിച്ച് നമുക്ക് പഠിക്കാനായിട്ട് സിലബസിൽ സജസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിനകത്ത് പ്രധാനമായിട്ട് വരുന്ന ഒരു മെത്തേഡാണ് ദ സൈലന്റ് വേ മെത്തേഡ് എന്ന് പറയുന്നത്. ഓക്കെ, ദ സൈലന്റ് വേ മെത്തേഡ്. അപ്പൊ ഈ പേര് തന്നെ കുറച്ച് യുണീക്ക് ആണ് അല്ലെ. എങ്ങനെയാണ് നമുക്ക് സൈലന്റ് ആയിട്ട് ടീച്ച് ചെയ്യാൻ സാധിക്കുന്നത്? ഓക്കെ, ഹൗ ഈസ് ഇറ്റ് ദിസ് പോസിബിൾ? ഇത് നമുക്കൊന്ന് ചെക്ക് ചെയ്യാനായിട്ട് ഈ തിയറിയിലൂടെ അല്ലെങ്കിൽ ഈ മെത്തേഡിലൂടെ സാധിക്കും. എങ്ങനെയാണ് സൈലന്റ് ടീച്ചിങ് മെത്തേഡ് നമുക്ക് അഡോപ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നത്? അപ്പം ടീച്ചർ ഈസ് ഹിയർ സൈലന്റ് അല്ലെ, അപ്പൊ someone is getting active there. അതാരായിരിക്കും? സ്റ്റുഡൻസ് ആയിരിക്കും. ഓക്കെ, അപ്പൊ നമുക്ക് ഈ മെത്തേഡ് കാര്യമായിട്ടൊന്ന് നോക്കിയാലോ? ശ്രദ്ധിച്ചോ. The key points of silent way method are minimal teacher talk, student centered discovery learning, and the use of physical tools like color charts and questionnaire rods. ഓക്കെ, അപ്പൊ നമ്മൾ questionnaire rods ഒക്കെ ഉപയോഗിച്ച് കളർ ചാർട്ടുകളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ ക്ലാസ് റൂം കുറച്ച് ഡിഫറെന്റ് ആക്കാനായിട്ട് പോവാം. ഓക്കെ, കുറച്ച് ഡിഫറെന്റ് ഔട്ട്ലുക്കിലേക്ക് കൊണ്ടുവരാനായിട്ട് പോവാം. നിങ്ങളിൽ തന്നെ ഇപ്പൊ ടീച്ചേഴ്സ് ഒക്കെ ഉണ്ടായിരിക്കും അല്ലെ. അതായത് നമ്മളൊക്കെ സെറ്റിന് പഠിക്കുന്നത് എന്തിനാ? HSST എന്ന് പറയുന്ന എയിമിലേക്ക് പോകാൻ അല്ലെ. അതിന് മുൻപ് തന്നെ ടീച്ചിങ് ഫീൽഡിലൊക്കെ നിൽക്കുന്നവരുണ്ടായിരിക്കും. സോ നിങ്ങൾക്കൊക്കെ ഇപ്പൊ ഒന്ന് റീതിങ്ക് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ഒന്ന് തിങ്ക് ചെയ്യാനായിട്ട് സാധിക്കും. നിങ്ങൾ എപ്പോഴെങ്കിലും സൈലന്റ് വേ മെത്തേഡ് ക്ലാസ്സിൽ അഡോപ്റ്റ് ചെയ്തിട്ടുണ്ടോ? അതിന്റെ റിഫ്ലക്ഷൻസ് എന്തൊക്കെയായിരുന്നു? ഔട്ട്കംസ് എന്തൊക്കെയായിരുന്നു അല്ലെ? സോ നമ്മൾ എപ്പോഴും നമ്മുടെ ക്ലാസ്സിൽ ഒരു മെത്തേഡ് അഡോപ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് ഓഫ് കോഴ്സ് നോക്കേണ്ട കാര്യമാണ് കുട്ടിയുടെ ക്രോണോളജിക്കൽ ഏജ്, മെന്റൽ ഏജ് അല്ലെ. അതായത് ഈ ക്രോണോളജിക്കൽ ഏജും മെന്റൽ ഏജും തമ്മിൽ മാച്ച് ചെയ്യാത്ത കുട്ടികൾ ഉണ്ടായിരിക്കും അല്ലെ. ഇപ്പം കുട്ടിയുടെ പ്രായം 12 വയസ്സായിരിക്കും, മാനസിക വളർച്ച ഒരു 9 വയസ്സിന്റെ അല്ലെങ്കിൽ 6 വയസ്സിന്റെ ആയിരിക്കും അല്ലെ. അപ്പൊ അങ്ങനെയുള്ള കുട്ടികൾ ഉള്ള ഒരു ക്ലാസ് ആണെങ്കിൽ നമ്മൾ കുറച്ചും കൂടെ കെയർ അല്ലെങ്കിൽ കുറച്ചും കൂടെ കാര്യങ്ങൾ അവിടെ ഒന്ന് ഡിഫറെന്റ് ആക്കേണ്ടതുണ്ട്, അവരെ കൂടെ പങ്കെടുപ്പിക്കാനായിട്ട് അല്ലെ. ഇനി അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം മീറ്റ് ചെയ്ത്, അപ്പൊ ക്രോണോളജിക്കൽ ഏജ് വലിയൊരു മാറ്റർ ആണ്. നമ്മൾ കുട്ടികളുടെ മുന്നിൽ ഈ മെത്തേഡ്, ഈ ഒരു രീതിയിലുള്ള പഠനം അവർക്ക് കൊടുക്കാനായിട്ട് പോകുന്നതിന് മുമ്പ് അവർക്ക് ഇത് ഓക്കെ ആണോ, ആ ഒരു ഗ്രൂപ്പിന് ഇത് ഓക്കെ ആണോ? പെട്ടെന്ന് തന്നെ നമുക്ക് സൈലന്റ് വേ മെത്തേഡ് ഒന്നും ക്ലാസ്സിൽ കൊണ്ടുവരാൻ പറ്റില്ല. ഇറ്റ് ടേക്സ് ടൈം അല്ലെ. കുട്ടികളിൽ ഒരു ബേസ് ഒക്കെ ഡെവലപ്പ് ചെയ്തതിന് ശേഷമായിരിക്കും അവരെ ആക്റ്റീവ് ആക്കിയിട്ട് ടീച്ചറിന് ഒന്ന് പാസീവ് ആകാനായിട്ട് സാധിക്കുന്നത്. ഓക്കെ, സോ ദ ടീച്ചർ ആക്ട് ആസ് എ ഫെസിലിറ്റേറ്റർ. ചോദിക്കും കേട്ടോ, ഏത് മെത്തേഡിലാണ് ടീച്ചർ ഒരു ഫെസിലിറ്റേറ്റർ ആയിട്ട് നിൽക്കുന്നത്? ഫെസിലിറ്റേറ്റർ എന്ന് പറയുന്ന വാക്കിനെ നമുക്ക് മറ്റൊരു വാക്കുകൊണ്ട് വേണമെങ്കിൽ ഇവിടെ റീപ്ലേസ് ചെയ്യാം. അതാണ് പ്രൊവൈഡർ അല്ലെ. എല്ലാ കാര്യങ്ങളും പ്രൊവൈഡ് ചെയ്യുന്ന ഒരാള്. ഓക്കെ, യൂസിങ് സൈലൻസ് ടു എൻകറേജ് സ്റ്റുഡൻസ് ടു സോൾവ് പ്രോബ്ലംസ്, സെൽഫ് കറക്റ്റ് ആൻഡ് ബിക്കം മോർ ഇൻഡിപെൻഡന്റ് ലേണേഴ്സ് അല്ലെ. അതായത് ഇങ്ങനെ ടീച്ചർ കുറച്ച് സൈലന്റ് ആകുകയാണ് എങ്കിൽ കുട്ടിക്ക് മനസ്സിലാവും കുട്ടിയുടേതാണ് റെസ്പോൺസിബിലിറ്റി അല്ലെ. ടീച്ചർ ജസ്റ്റ് ഒരു മോണിറ്റർ ആയിരിക്കും, എല്ലാ കാര്യങ്ങളും ഗൈഡ് ചെയ്യുന്നുണ്ടായിരിക്കും. പക്ഷേ പഠനത്തിനുള്ള പൂർണ്ണ റെസ്പോൺസിബിലിറ്റി ആർക്കായിരിക്കും? കുട്ടിക്കായിരിക്കും അല്ലെ. അങ്ങനെ ആവുമ്പോൾ കുറച്ചും കൂടെ സെൽഫ് കോൺഫിഡൻസ് ഉണ്ടാവാൻ തുടങ്ങും. സ്വന്തമായിട്ട് കാര്യങ്ങൾ ചെയ്തെടുക്കാനുള്ള ഒരു അറ്റംപ്റ്റ് അല്ലെ, ഒരു സ്റ്റാർട്ട് എങ്കിലും കുട്ടി ചെയ്തു നോക്കും. The focus is on learning rather than teaching, with lessons built inductively from what students already know. Okay, അപ്പൊ കുട്ടികൾക്ക് ഓൾറെഡി അറിയാവുന്ന അവരുടെ പ്രീവിയസ് നോളജ് നമ്മൾ മാക്സിമം കളക്ട് ചെയ്തിട്ട് അതിൽ നിന്നായിരിക്കും എന്ത് ചെയ്യുന്നത്, കുട്ടി ഇനി എന്ത് പഠിക്കണം അല്ലെങ്കിൽ കുട്ടിയുടെ മുന്നിൽ ഇനി എന്ത് പ്രസന്റ് ചെയ്യണം എന്നുള്ള ഒരു ടൂൾ നമ്മൾ വെക്കുന്നത്. ഓക്കെ, അപ്പം സൈലന്റ് വേ മെത്തേഡ് എന്ന് പറഞ്ഞാൽ കാര്യം ക്ലിയർ ആയി കാണുമല്ലോ. ടീച്ചർ ഇവിടെ ഫെസിലിറ്റേറ്റർ ആണ് അഥവാ പ്രൊവൈഡർ ആണ്, കുട്ടിയാണ് ഇവിടെ ആക്റ്റീവ് റോള് ലീഡ് ചെയ്യുന്നത്. ഓക്കെ, ആൻഡ് ടീച്ചേഴ്സ് റോൾ ആൻഡ് അപ്രോച്ച് നമുക്ക് നോക്കാനുണ്ട്. മിനിമൽ സൈലൻസ് കേട്ടോ, അതായത് സ്റ്റേറ്റ്മെന്റ് വന്നു കഴിഞ്ഞാൽ അതേ നോക്കിക്കേ. മിനിമൽ സൈലൻസ് എന്ന് പറയുന്നത് ഏത് മെത്തേഡിന്റെ ഭാഗമാണെന്ന് ചോദിച്ചാൽ പേരിന്ന് തന്നെ നിങ്ങൾക്ക് ഓർക്കാം, സൈലന്റ് വേയുടെ ആണ് കേട്ടോ. ദ ടീച്ചർ സ്പീക്സ് ആസ് little as possible, remaining silent to provoke students thinking and activity അല്ലെ. സ്റ്റുഡന്റ് തിങ്കിങ്ങും ആക്ടിവിറ്റിയും ഒക്കെ വർദ്ധിപ്പിക്കാനായിട്ട് ടീച്ചർ അവിടെ മിനിമൽ സൈലൻസ് മെയിൻറ്റെയിൻ ചെയ്യും. ഫെസിലിറ്റേറ്റർ നോട്ട് ഇൻസ്ട്രക്ടർ. ഓക്കെ, ഇൻസ്ട്രക്ടറിന്റെ ജോലിയും ഫെസിലിറ്റേറ്ററിന്റെ ജോലിയും ഡിഫറെന്റ് ആണ്. ഇൻസ്ട്രക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിർദ്ദേശങ്ങൾ കൊടുത്തുകൊണ്ടേ ഇരിക്കണം. ഇങ്ങനെ ചെയ്യൂ, അങ്ങനെ ചെയ്യൂ, അത് ഇങ്ങനെ നമുക്ക് മറ്റൊരു രീതിയിൽ കറക്റ്റ് ചെയ്യാം, അത് കുറച്ചും കൂടെ എഫക്റ്റീവ് ആക്കാൻ ഇങ്ങനെ സാധിക്കും എന്നൊക്കെയുള്ള രീതിയിൽ ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുകയാണ്. ഓക്കെ, അപ്പൊ ഇവിടെ നമുക്കൊരു ഇൻസ്ട്രക്ടറായിട്ട് ടീച്ചറിനെ കാണാൻ പറ്റില്ല, ഫെസിലിറ്റേറ്റർ ആണ് കേട്ടോ. The teacher guides, observes and provides feedback through gestures or minimal words rather than providing answers or lecturing അല്ലെ. ആൻസേഴ്സും ലെക്ചറിങ്ങും ഒക്കെ കൊടുക്കുന്നതിന് പകരം ടീച്ചർ മിനിമൽ വേർഡ്സിൽ, അതുപോലെ തന്നെ ഇപ്പം പോസിറ്റീവായിട്ട് ഒരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ നമുക്കൊരു തംസ് വേണേ കാണിക്കാം, അല്ലെങ്കിൽ ഒന്ന് തല ഷേക്ക് ചെയ്യാം, ഒന്ന് നോഡ് ചെയ്യാം തല, ഇങ്ങനെയുള്ള പല രീതികളിൽ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, അവർക്ക് പോസിറ്റീവായിട്ട് നമുക്ക് റീഇൻഫോഴ്സ്മെന്റ് കൊടുക്കാനായിട്ട് സാധിക്കും. ചെയ്യുന്ന കാര്യങ്ങളിൽ തെറ്റുണ്ടെങ്കിൽ ടീച്ചറിന്റെ ഒരു നോട്ടം അല്ലെ, അല്ലെങ്കിൽ ടീച്ചറിന്റെ ഒരു ഷാർപ്പ് ലുക്ക്, അതൊക്കെ മതി കുട്ടിയെ അവിടെ ഒന്ന് ബ്ലോക്ക് ചെയ്യാനായിട്ട് അല്ലെ. അതൊരു റീഇൻഫോഴ്സ്മെന്റ് അല്ലെങ്കിൽ അത് എന്താണ്, അപ്പൊ പലതരത്തിൽ നമുക്ക് പോസിറ്റീവായിട്ടും നെഗറ്റീവായിട്ടും ഒക്കെ റീഇൻഫോഴ്സ്മെന്റ് കൊടുക്കാനായിട്ട് സാധിക്കും. Okay, so teacher learns from students. Teacher observes the students' progress and learns
ഹൗ ടു ടീച്ച് ബേസ്ഡ് ഓൺ സ്റ്റുഡൻസ് ലേണിംഗ് പ്രോഗ്രസ് ആൻഡ് പൊട്ടൻഷ്യൽ. ഓക്കെ, അപ്പൊ ഈ ഒരു പ്രോസസ്സ് ക്ലാസ്സിൽ അഡോപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ടീച്ചറിന് ഒരു ഐഡിയ കിട്ടും. ഓക്കെ, കുട്ടിക്ക് ഇത് ഓക്കെ ആണ്, അങ്ങനെയാണെങ്കിൽ അടുത്ത ലെസൺ മുതൽ നമുക്ക് സൈലന്റ് വേ വേണമെങ്കിൽ കൊണ്ടുവരാം ഇല്ലേ. അതായത് ഇപ്പൊ നമ്മുടെ കുട്ടിയുടെ പ്രീവിയസ് നോളജ് എല്ലാം കുട്ടിക്ക് ഒന്ന് അനലൈസ് ചെയ്ത് കൊടുത്ത് അതിന്റെ ബേസിൽ എന്തെങ്കിലുമൊക്കെ പ്രോബ്ലംസും ടാസ്കും കൊടുത്ത് അത് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് ഈസി ആയിട്ട് നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി പൊതുവെ ഇപ്പൊ നിങ്ങളുടെ മനസ്സിലുള്ള ഒരു സംശയമായിരിക്കും, ഇംഗ്ലീഷ് ക്ലാസ്സിൽ മാത്രമേ ഇത് പറ്റത്തുള്ളൂ. അങ്ങനെയൊന്നുമില്ല. സൈലന്റ് വേ അല്ലെങ്കിൽ നമ്മൾ പഠിക്കുന്ന അപ്രോച്ചുകൾ എന്ന് പറയുന്നത് ഇംഗ്ലീഷിന് വേണ്ടി മാത്രം ഉള്ളതൊന്നും അല്ല. ഓക്കെ, അതായത് പല അപ്രോച്ചുകളും ഇംഗ്ലീഷിന് മാത്രം ഉള്ളതാണ്, എന്നാൽ ചില അപ്രോച്ചുകൾ അങ്ങനെയല്ല, ജനറൽ ആയിട്ട് ഏത് സബ്ജക്റ്റിൽ വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ ഈ സൈലന്റ് വേ എന്ന് പറയുന്നത് ഹയർ ക്ലാസ്സുകളിൽ ടീച്ചർമാർക്ക് അഡോപ്റ്റ് ചെയ്യാൻ സാധിക്കുന്ന വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു മെത്തേഡാണ്. ഓക്കെ, സബോർഡിനേറ്റ്സ് ടീച്ചിങ് ടു ലേണിംഗ് അല്ലേ. The method is designed around what the student is learning, not the teacher wants to teach. അല്ലേ, അപ്പൊ ഇത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് തന്നെയാണ്. അതായത് മെത്തേഡ് ഈസ് ഡിസൈൻഡ് അറൌണ്ട് വാട്ട് ദ സ്റ്റുഡന്റ് ഈസ് ലേണിംഗ്, കുട്ടി എന്ത് പഠിക്കുന്നു എന്നുള്ളതിനാണ് ഫോക്കസ് കൊടുക്കുന്നത്, നോട്ട് വാട്ട് ദ ടീച്ചർ വാണ്ട്സ് ടു ടീച്ച്. ടീച്ചറിന് പഠിപ്പിക്കാനായിട്ട് ടെക്സ്റ്റ് ബുക്കിൽ ഒരുപാട് കോൺസെപ്റ്റുകൾ ഉണ്ടായിരിക്കും അല്ലെ. അപ്പൊ അത് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ കുട്ടിയുടെ നോളജ് ഒന്ന് ബൂസ്റ്റ് ചെയ്തെടുക്കാനായിട്ട് ശ്രമിക്കുന്നു. നിങ്ങൾ തന്നെ ഒന്ന് അഡോപ്റ്റ് ചെയ്ത് നോക്കൂ. ഇപ്പൊ അധ്യാപകരായിരിക്കും, ഇനി അധ്യാപകരാകാൻ പോകുന്നവരായിരിക്കും. You just adopt this method in your classroom, you can see the change അല്ലെ. അപ്പൊ നോക്കിക്കേ, സ്റ്റുഡൻസ് റോൾ ആൻഡ് ലേണിംഗ് പ്രോഗ്രസ്. ഓട്ടോണോമസ് ലേണിംഗ് അല്ലെ, ഓട്ടോണോമസ് ലേണിംഗ് ആണ്, അവർ തന്നെയാണ് സ്വയം പര്യാപ്തരായിട്ട് മാറുകയാണ്. Students are expected to be independent, responsible and active participants in their learning. അല്ലെ, ഡിസ്കവറി ആൻഡ് പ്രോബ്ലം സോൾവിങ് അവിടെ ഉണ്ട്, ഡിസ്കവറി മെത്തേഡ് ഒക്കെ ഉണ്ടെന്ന് നമുക്ക് പറയാം. The method uses problem solving activities to encourage students to discover language rules on their own. അവരുടേതായിട്ടുള്ള നിലയ്ക്ക് ലാംഗ്വേജ് റൂൾസ് ഒക്കെ പഠിച്ചെടുക്കുന്നു. സെൽഫ് കറക്ഷൻ അവിടെ നടക്കുന്നുണ്ട്. സ്റ്റുഡൻസ് ആർ എൻകറേജ് ടു സെൽഫ് കറക്റ്റ് എറേഴ്സ് വിത്ത് ദ ടീച്ചർ പ്രൊവൈഡിങ് ക്ലൂസ് ടു പ്രോംപ്റ്റ് ദിസ് പ്രോഗ്രസ്. അല്ലെ, ടീച്ചർ എന്താണ് അതിനുവേണ്ടിയുള്ള ക്ലൂസ് ഒക്കെ കൊടുക്കും, ഇന്ന മെത്തേഡ് നല്ലതാണ്, ഇന്ന വഴിയിൽ മാറി ചിന്തിക്കാൻ നിനക്ക് സാധിക്കും എന്നൊക്കെയുള്ള രീതിയിലുള്ള ഗൈഡൻസ് കൊടുക്കും. പക്ഷെ കുട്ടിയായിരിക്കും പാത്ത് സെലക്ട് ചെയ്യുന്നത്. കോപ്പറേഷൻ വളരെ ഇമ്പോർട്ടന്റ് ആട്ടോ. ലേണേഴ്സ് ആർ എൻകറേജ് ടു വർക്ക് കോപ്പറേറ്റീവ്ലി ആൻഡ് ലേൺ ഫ്രം ഈച്ച് അതർ. നമ്മൾ ഈ കോപ്പറേറ്റീവ് ലേണിംഗ് എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് പറയും. ഓക്കെ, അതെന്ന് പറഞ്ഞാൽ നമ്മുടെ എന്താണ് ഗ്രൂപ്പ് സ്റ്റഡി, കമ്പൈൻഡ് സ്റ്റഡി എന്നൊക്കെ പറയുന്നതിന്റെ വേറൊരു പേരാണ്, വേറൊരു ലെവലാണെന്ന് പറയാം. ഈ ഗ്രൂപ്പ് സ്റ്റഡിയും കമ്പൈൻഡ് സ്റ്റഡിയും ഒക്കെ നമുക്കിപ്പം ടീച്ചറിന്റെ ആബ്സെൻസിലും നടക്കും. ഓക്കെ, പക്ഷെ കോപ്പറേറ്റീവ് ലേണിംഗ് എന്ന് പറഞ്ഞാൽ ടീച്ചറിന്റെ പ്രസൻസിലും നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പൊ കോപ്പറേഷൻ ഇവിടെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. എല്ലാ കാര്യങ്ങളും അവര് ഒരു പെർട്ടിക്കുലർ പാറ്റേണിൽ ക്ലാസ് റൂമിന്റെ സീറ്റിംഗ് ഒക്കെ അറേഞ്ച് ചെയ്തായിരിക്കും അവര് ചെയ്യുന്നത്. ഇനി കീ മെറ്റീരിയൽസ് ആൻഡ് ടെക്നിക്സ് വേണം കേട്ടോ. റോഡ്സ് ഏറ്റവും ആവശ്യമാണ്. കളേർഡ് ബ്ലോക്സ് ഓഫ് വേരിയിങ് ലെങ്ത് ആർ യൂസ് ടു റെപ്രസെന്റ് വേർഡ്സ്, നമ്പേഴ്സ്, കളേഴ്സ് ആൻഡ് സിന്റാക്ടിക് സ്ട്രക്ചേഴ്സ്. ഓക്കെ, ഗ്രാഫിക്കൽ ആയിട്ടൊക്കെ നമുക്ക് ഇപ്പം എന്താണ് ഇന്ത്യയുടെ സാമ്പത്തിക വളർച്ച ഇന്ന എന്താണ് സമയത്ത് ഇത്രയുമാണ്, അല്ലെങ്കിൽ ഇന്ന സെൻസസിൽ ഇത്രയുമാണ് എന്ന് കാണിക്കാനായിട്ട് നമുക്ക് ഇത്തരത്തിലുള്ള റോഡുകളും കളേഴ്സും ഒക്കെ ഉപയോഗിക്കാം. ഇനി കളർ ചാർട്ടുകൾ ഉപയോഗിക്കാം. ഓക്കെ, ചാർട്ട്സ് ലൈക്ക് ദ ഫീഡൽ ചാർട്ട് ആൻഡ് സൗണ്ട് കളർ ചാർട്ട്സ് ആർ യൂസ്ഡ് ടു ഹെൽപ് സ്റ്റുഡൻസ് ലേൺ പ്രൊനൗൺസിയേഷൻ വൊക്കാബുലറി. ഓക്കെ, ഇപ്പൊ നമ്മുടെ ICTയുടെ സ്വാധീനം വളരെ കൂടുതലായതുകൊണ്ട് ഇതൊക്കെ നമുക്ക് നമ്മുടെ എന്താണ് ഇൻഫർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി, കമ്പ്യൂട്ടർ ഓറിയന്റഡ് ആയിട്ട് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി വേർഡ് ചാർട്ടുകൾ വേണം. ദീസ് ചാർട്ട്സ് ആർ യൂസ്ഡ് ടു ഇൻട്രൊഡ്യൂസ് വൊക്കാബുലറി വിത്തൗട്ട് റിലൈങ് ഓൺ ട്രാൻസ്ലേഷൻ. അല്ലെ, അതായത് നമ്മൾ ട്രാൻസ്ലേഷനിലേക്ക് പോകുന്നതും അതുപോലെ തന്നെ വേർഡ് ചാർട്ടുകൾ കൊണ്ടുള്ള ഒരു ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം പണ്ട് മുതൽ ഈ ടീച്ചിങ് പ്രോസസ്സിൽ ഇപ്പൊ നിങ്ങൾ എന്താണ് സെറ്റ് എക്സാം എഴുതുന്നവരൊക്കെ തന്നെ ഓഫ് കോഴ്സ് B.Ed ക്വാളിഫൈഡ് ആയിരിക്കും അല്ലെ. അപ്പൊ നിങ്ങളുടെ B.Ed കോഴ്സിൽ എപ്പോഴെങ്കിലും ഒക്കെ നിങ്ങൾക്ക് ചാർട്ടുകൾ യൂസ് ചെയ്യേണ്ടതായിട്ട് വന്നിട്ടുണ്ടാവും. ഗ്ലോസറി ചാർട്ടുകൾ ഇല്ലെ, കുട്ടികൾക്ക് കൊടുക്കുന്ന ആക്ടിവിറ്റി കാർഡുകൾ, ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ ചാർട്ട് സപ്പോർട്ടിൽ നടക്കുന്നതാണ്. ഓക്കെ, ഇത്ര ICT വന്നിട്ടുണ്ടെങ്കിലും നമ്മൾ ഇന്നും ക്ലാസ് റൂമുകളിൽ വളരെ ട്രഡീഷണൽ ആയിട്ടുള്ള ആ മെത്തേഡുകൾ യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ആൻഡ് മിനിമൽ ട്രാൻസ്ലേഷൻ ആണ് കേട്ടോ. ട്രാൻസ്ലേഷൻ ഈസ് അവോയ്ഡഡ് ആൻഡ് ദ ലാംഗ്വേജ് ഈസ് പ്രാക്ടീസ്ഡ് ഇൻ മീനിങ്ഫുൾ കോണ്ടെക്സ്റ്റ്. അതായത് സിറ്റുവേഷണൽ മീനിങ് ഒക്കെ കുട്ടി തന്നെ മനസ്സിലാക്കുന്നു. ഇൻഡക്റ്റീവ് ലേണിംഗ് ആണ് നടക്കുന്നത് കേട്ടോ. അതെന്തായാലും ചോദിക്കും. അതായത് സൈലന്റ് വേ മെത്തേഡിൽ ഏത് മെത്തേഡാണ് യൂസ് ചെയ്യുന്നത്? ഇൻഡക്റ്റീവ് ആണ്. എന്താണത്? The syllabus builds from known subjects to unknown rather than using a deductive approach. Okay, knownil നിന്നും unknownലേക്ക് പോകുന്നു. കുട്ടിക്ക് അറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ ഉണ്ടായിരിക്കും. ഇപ്പൊ 5 വയസ്സുള്ള കുട്ടിയാണെങ്കിലും കുട്ടിക്ക് അറിയാവുന്ന കുറച്ച് ലെറ്റേഴ്സും കൂട്ടിച്ചേർത്ത് വായിക്കാൻ സാധിക്കുന്ന കുറച്ച് വാക്കുകളും ഒക്കെ ഉണ്ടായിരിക്കും. ടീച്ചർ അവിടെ നിന്ന് തുടങ്ങുക. ഓക്കെ, അവിടെ നിന്നും കുട്ടിയുടെ ഫർദർ ഡെവലപ്മെന്റിന് വേണ്ട കാര്യങ്ങൾ കളക്ട് ചെയ്ത് ആക്ടിവിറ്റീസ് കൊടുക്കുക. ഓക്കെ, അപ്പൊ ഇതാണ് ഇൻഡക്റ്റീവ് ആയിട്ടുള്ള ലേണിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇത് വളരെ രസകരമായിട്ട് പഠിക്കാൻ സാധിക്കും. പഠിക്കാൻ മാത്രമല്ല, നമ്മുടെ ക്ലാസ് റൂമിൽ ഇത് നമുക്ക് അഡോപ്റ്റ് ചെയ്യാനായിട്ടും സാധിക്കും. സൈലന്റ് വേ മെത്തേഡ്. ഓക്കെ, ടീച്ചർ ഈസ് ദ ഫെസിലിറ്റേറ്റർ ഹിയർ. ഫെസിലിറ്റേറ്റർ ആയിട്ടാണ് നിൽക്കുന്നത്, ഇൻസ്ട്രക്ടർ ആയിട്ടല്ല. അതാണ് ഈ ഒരു മെത്തേഡിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്. ഓക്കെ, സ്റ്റുഡന്റ് സെന്റേർഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ചൈൽഡ് സെന്റേർഡ് ആയിട്ടുള്ള ഒരു മെത്തേഡ് ആയിട്ടും നമുക്ക് ഇതിനെ കൺസിഡർ ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പൊ മുഴുവൻ പോയിന്റുകളും നമ്മൾ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ട്. സൈലന്റ് വേ മെത്തേഡുമായിട്ട് ബന്ധപ്പെട്ട് ചോദ്യം വന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് എഴുതാനായിട്ട് സാധിക്കും. താങ്ക് യു.